എറണാകുളത്ത് വെച്ച് നടന്ന ആർട്ട് ഓഫ് ഡ്രൈവിംഗിൽ പങ്കെടുത്ത ഷംലത്തെയാണ് എൻ്റെ കൂടെയുള്ളത്. ആളുടെ ക്വാളിഫിക്കേഷൻ MSc സൈക്കോളജിയാണ്. ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നുള്ളത്? ഇപ്പം ഞാൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ എച്ച്മായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ. എനിക്ക് സ്വന്തമായിട്ടൊരു ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒരു സെൻറ്റർ ഉണ്ട് ഇവിടെ എറണാകുളത്തുണ്ട്. ഓക്കെ. പിന്നെ അവിടെ പഠനവൈകല്യമുള്ള കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട് ഈവനിങ് ടൈമിൽ. ഓക്കെ. ഇപ്പോൾ പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ? നമുക്ക് സ്കൂളിൽ ഒരു 119 പിള്ളേർ പഠിക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലും കുട്ടികളുണ്ട്, അത്യാവശ്യം കുട്ടികളുണ്ട്. ഓക്കെ. ഇപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസിയായ കാര്യമല്ല. ഡിഫറെൻ്റ്ലി ഏബിൾഡായ കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല അല്ലേ? നല്ല ക്ഷമ വേണം. പേരൻസിനൊക്കെ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവരെയൊക്കെ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. എന്തുകൊണ്ടാണ് ഈ MSc സൈക്കോളജി എടുക്കാൻ കാരണം? MSc സൈക്കോളജി എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോളജി നല്ലൊരു വിഷയമാണല്ലോ. അപ്പം നമുക്ക് കൂടുതലും നമ്മുടെ ജോബിന് നല്ലതായിരിക്കും. പിന്നെ ഇപ്പോൾ പൊതുവെ സൈക്കോളജിക്കലി പ്രോബ്ലംസ് ഒരുപാട് ഇതാകുന്നുണ്ട്. അപ്പൊ അത് ആ ഫീൽഡിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ വേണ്ട ആളുകൾ ഒരുപാടുണ്ട് അല്ലേ? ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആ ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനത് MSc BEd ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവർ ക്ലാസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു എന്താണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ MSc സൈക്കോളജി എന്ന് പറഞ്ഞു. ഞാനും കുറേ കാര്യങ്ങളൊക്കെ ഇവരുടെ നിന്ന് പഠിക്കാമെന്നൊക്കെ ആലോചിച്ചാണ് വിളിച്ചിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പം ഏകദേശം വണ്ടി വാങ്ങിയിട്ട് 1 ഇയറോളം ആയിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് എടുത്ത് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വിളിച്ചിട്ടുണ്ടായത്. ഇന്നിപ്പോൾ കുറേ ട്രിക്ക് പഠിച്ചില്ലേ? ഒരുപാട് ട്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പം പഠിച്ച ട്രിക്കിൽ ഏറ്റവും പിന്നെ ഇഷ്ടപ്പെട്ടതെന്ന് തോന്നിയത് എന്താ പറയാ, പിന്നെ റൈറ്റ് സൈഡിൽ നോക്കിയിട്ടേ ഇല്ലെന്ന്. ഓക്കെ. റൈറ്റ് നോക്കില്ല, ലെഫ്റ്റ് സൈഡ് തന്നെ ഞാൻ നോക്കിയാണ് വണ്ടി ഓടിച്ചത്. അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കാരണം ഞാൻ ഈ സൈഡ് ഒട്ടും നോക്കിയിട്ടില്ലല്ലോ. അപ്പൊ വണ്ടി ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ പക്ഷെ സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ സാധിച്ചു. അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി. പിന്നെ ഒരുപാട് ട്രിക്കുകൾ ഞാൻ മനസ്സിലാക്കി. ഞാൻ ഓടിച്ചോണ്ടിരുന്ന ആ രീതിയൊന്നും ഒട്ടും ശരിയല്ല എന്നുള്ളത് നന്നായിട്ട് മനസ്സിലായി. മുമ്പ് അത്യാവശ്യം ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു കറക്റ്റ് അല്ലാത്ത രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടായത്. ഇപ്പോൾ ഈ റൈറ്റ് നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ഇതെന്താ ഇങ്ങനെ പറയുന്നത്, റൈറ്റ് നോക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനും പല ആളുകൾക്കുണ്ടോ? ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഈയിടെ ആരോ കമന്റ് ഇട്ട് കണ്ടു, ഇതൊക്കെ തെറ്റാണ്, റൈറ്റ് നോക്കാതെ പോകുന്നത് തെറ്റാണെന്ന്. റൈറ്റ് നോക്കേണ്ട സാഹചര്യങ്ങളുണ്ട്, അപ്പോൾ മാത്രം റൈറ്റ് നോക്കുക. എല്ലാ സമയത്തും റൈറ്റ് നോക്കുന്നതാണ് പ്രശ്നം. അത് ഏതൊക്കെ സാഹചര്യമാണെന്ന് ഇവർക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരിപ്പോൾ ഇങ്ങനെ പറയുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട റൈറ്റ് നോക്കാതെയാണ് പോകുന്നത്. അല്ല, റൈറ്റ് ഇവർ പലപ്പോഴും നോക്കിയിട്ടുണ്ട്, അതിന് സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അത് എപ്പോഴൊക്കെ ആണെന്ന് ട്രെയിനിങ്ങിൽ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ റൈറ്റ് നോക്കാതെ പോയി അത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു മറുപടി. പിന്നെ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളൊക്കെ ശരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇപ്പോൾ തീർച്ചയായിട്ടും നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ്സാണ്. എന്താ പറയാ, എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായി. ഇപ്പൊ എന്തായാലും നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് എന്തായാലും വന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് എടുത്ത് പോവാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ വണ്ടി കയ്യിൽ ഒതുങ്ങിയെന്ന് തോന്നില്ലേ? കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി കാര്യങ്ങളൊക്കെ. മുന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമ്മളെയും കൊണ്ട് വണ്ടി ഇങ്ങനെ വലിച്ചു പോകുന്നു തോന്നും. നമ്മൾ വിചാരിച്ചെടുത്ത് നിൽക്കുന്നില്ല. ഒരു ടെൻഷൻ, അത് ആ കൺട്രോൾ കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇനി മുതൽ ഒറ്റയ്ക്ക് എടുത്ത് പോവും. നാളെ മുതൽ പോകണം, ഇൻഷാല്ലാ എടുത്ത് പോവും. എന്തായാലും വെച്ചാൽ നാളെ മുതൽ പോകാമെന്ന് ഇപ്പോൾ റെഡി ആയിട്ടാണ് നിൽക്കുന്നുള്ളത്. ക്ലാസ്സുകളൊക്കെ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും എല്ലാ ഏരിയയിലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ബ്രേക്കും ആക്സിലറേറ്ററിൻ്റെ ഒരു കൺട്രോൾ ഉണ്ട്, അത് വളരെ കൃത്യമായിട്ട് ഇവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ പഠിച്ച ഒരു ശൈലിയല്ല. ഇപ്പം ആക്സിലറേറ്ററിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും, ചിലപ്പോൾ നമുക്ക് ബ്രേക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇതെങ്ങനെ ഉപയോഗിക്കാം. അതിനൊക്കെ ട്രിക്കുകളുണ്ട്. അത് വളരെ കൂളായിട്ട് നമുക്ക് പിന്നെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ആൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് നോക്കി അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. അതേപോലെ തന്നെ നമ്മൾ കയറ്റത്തിൽ വണ്ടി ബാക്കോട്ട് പോവാതെ എടുക്കേണ്ടത് എങ്ങനെ, അത് ഓട്ടോമാറ്റിക്കലൊക്കെ എടുക്കാൻ പഠിക്കണം. ശരിക്കും ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ ഇല്ലാത്ത ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ അത്തരം വണ്ടികളിലൊക്കെ നമുക്ക് എടുക്കാൻ ഒരു പ്രാക്ടീസ് വേണം. അത് ചെയ്തിട്ട് തന്നെ കിട്ടണം. അതിന് ചെറിയ ചെറിയ ട്രിക്കുകളുണ്ട്, അത് അപ്ലൈ ചെയ്ത് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടി നോക്കണം.
ഇപ്പൊ നമ്മൾ പല പ്രാവശ്യം നോക്കിയല്ലേ ഇത്? പല സ്ഥലങ്ങളിലും ചെയ്ത് നോക്കി. പിന്നെ അതേപോലെ ഇറക്കത്തുനിന്ന് റിവേഴ്സ് പോകാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ടാറ്റ ടിയാഗോ ഓട്ടോമാറ്റിക് വെഹിക്കിളാണ് ഇവരിപ്പം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ ഓട്ടോമാറ്റിക് വണ്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓടിക്കാൻ നന്നായിട്ട് അറിയണം അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട്? അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ബാക്കിലേക്ക് പോകും. അതാണ്, എടുക്കുമ്പോൾ തന്നെ വണ്ടി ബാക്കിലേക്ക് പോകും. എവിടെയെങ്കിലും ഒരു ട്രാഫിക്കിൽ നിർത്തിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ കയറ്റത്തിൽ. അപ്പൊ അതിനൊക്കെ ഒരു ചെറിയ ചെറിയ ട്രിക്കുകളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭവം വളരെ ഈസിയാണ്. അപ്പോൾ ഇന്നലെ വരെ ഒരുപക്ഷെ ആ ട്രിക്ക് മനസ്സിലാക്കാതെ ഇവർ ഡ്രൈവ് ചെയ്തു. പക്ഷെ ഡ്രൈവ് ചെയ്തിരുന്നു, അങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നു എന്ന് പറയണം വേണമെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ രക്ഷപ്പെട്ട് ഒരിക്കലും പോകരുത്, കൃത്യമായി മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാവരോടും പറയുന്ന കാര്യം, നിങ്ങൾ രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയി അങ്ങനെയല്ല, കൃത്യമായി കണ്ട് മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യാം. അപ്പം ഇപ്പോൾ ഒരു ട്രെയിനിങ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഡ്രൈവിംഗ് ഹാബിറ്റേ മാറിയില്ലേ, ഡ്രൈവിംഗ് രീതിയെ മാറിയില്ലേ? തീർച്ചയായിട്ടും പോകുന്ന സമയത്ത് മനസ്സിലാവുന്നില്ലേ? ഇത് നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് രാവിലെ കുറച്ച് സമയം ഞാൻ ഇവരുടെ കൂടെ ഫ്രീ ആയിട്ട്, ഞാൻ ഒന്നും പറയാതെ ഇവരെങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത്, ഇവരുടെ ഹാബിറ്റ് എന്താണെന്ന് എനിക്ക് അറിയണമല്ലോ, അല്ലെങ്കിൽ ഏത് ശൈലിയിലാണ്. അപ്പം അത് ഞാൻ കുറച്ച് സമയം നോക്കിയിരുന്നു, ഇവർ സ്വന്തമായിട്ട് എങ്ങനെ ഡ്രൈവ് ചെയ്ത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ അപ്പം തന്നെ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിരുന്നു എന്താണ് ഇവരുടെ പ്രശ്നം എന്ന്, അതായത് എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് കിട്ടാത്തതെന്ന്. അത് നമ്മൾ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ്, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഇതൊക്കെ നമ്മൾ മാറ്റി അല്ലേ? എല്ലാം മാറ്റി, ഫുള്ള് ഒരു റീ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ അകത്ത്. ഇപ്പം മുന്നേ കുറച്ച് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, ഇപ്പം നല്ലോണം ബാക്കോട്ട് ചാരി വളരെ കംഫർട്ട് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ? ഇത്തം തന്നെ മാറുമ്പോൾ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് ഡ്രൈവിങ്ങിന് അല്ലെ? മൈൻഡ് റെസ്റ്റ്ലെസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല, വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവര് സൈക്കോളജി ഒക്കെ പഠിച്ചു കാരണം അവർക്ക് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ? മൈൻഡ് നമ്മളെ ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും സമാധാനത്തോടു കൂടി ഡ്രൈവ് ചെയ്യാൻ പറ്റണം. അപ്പം ഇതേപോലെയുള്ള ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ എറണാകുളത്ത് നടക്കുന്നുണ്ട്. ആർട്ട് ഓഫ് ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9400600735 ഇതാണ് വാട്സപ്പ് നമ്പർ. ഇനി എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പിന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പിന്നെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇവരിവിടെ ഒരുക്കുന്നുണ്ട്, ഇവരുടെ സെൻറ്ററിൽ ഒരുക്കുന്നുണ്ട്. അപ്പം മാതാപിതാക്കൾക്ക് അവരെ ട്രെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ ഷംലത്തേനെ പോലെയുള്ള ആളുകളെ കോൺടാക്ട് ചെയ്യുക. ഇവർ അതിന് സ്പെഷ്യലൈസ് ചെയ്ത ആളുകളാണ്. അപ്പോൾ ഇവർക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആർക്കെങ്കിലും ഇവരുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. ഇത്തരം ആളുകളുടെ സേവനമൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ ഡിഫറെൻ്റ് ഏബിൾഡ് ആയ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കാൻ എല്ലാവർക്കും കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വലിയൊരു അനുഗ്രഹമാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ പിന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരെ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യട്ടെ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓക്കെ അല്ലേ, കോൺഫിഡന്റ് ആയിട്ടില്ലേ? തീർച്ചയായിട്ടും നല്ലൊരു എന്താ പറയാ, നല്ലൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സജീഷിന്റെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു ഇതെന്താ ഒരു ക്ലാസ് എല്ലാവർക്കും കൊടുക്കുന്നത് ഒരു ഭയങ്കര നല്ലതായിട്ട് എന്നെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര നല്ലതായിരിക്കും. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് എന്താ പറയാ, എത്ര നന്ദി പറയാനും മതിയാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. കുറേ പേര് ഉപകാരപ്പെട്ടവരുണ്ട് ശരിക്കും. അതുകൊണ്ടാണ് അവര് ഇപ്പൊ നമുക്കൊരു കാര്യം ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാവും, കുറച്ച് ആളുകളുടെ അവർ പറയും. അങ്ങനെയൊക്കെയാണ് അധികം ബുക്കിംഗ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഒരു 10-17 ബുക്കിംഗ് ഒക്കെ ആയ സമയത്താണ് എറണാകുളത്തേക്ക് വരുന്നത്. ഇപ്പം ഏകദേശം 57ഓളം ബുക്കിംഗ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ ദിവസം പുതിയ പുതിയ ആളുകൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യക്കാരെ വിളിക്കുക കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഓടിച്ചോളൂ, ഒരു പ്രശ്നമില്ല. അല്ല എന്തെങ്കിലും ട്രിക്കുകളൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. തീരെ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ശരിക്കും ക്ലാസ് വേണ്ടത്. ഒരു രക്ഷയില്ല, എന്നെ കൊണ്ട് ആവുകയില്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് സമാധാനമുണ്ട്. അതാണ് വേണ്ടത്. സമാധാനം കിട്ടിയാൽ പിന്നെ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ഫീഡ്ബാക്ക് വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.